കർണാടകയിലെ വിജയപുര ജില്ലയിൽ കുഴൽക്കിണറ്റിൽ വീണ 1.5 വയസ്സുള്ള കുഞ്ഞിനെ പുറത്തെടുത്തു. ഇന്നലെ സന്ധ്യയോടെ കുഴൽക്കിണറിൽ വീണ കുട്ടിയെ 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് പുറത്തെടുത്തത്. കെ ബി ശ്രീധരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, ഇത്രയേറെ മണിക്കൂറുകൾ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു കുഞ്ഞിന്റെ ജീവന് വേണ്ടി പരിശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, പലപ്പോഴും പാഴായി പോകുന്ന ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. എത്രത്തോളം ദുഷ്കരമായിരുന്നു ശ്രമം? മധു, ഒരു നാടിൻ്റെ തന്നെ പ്രാർത്ഥന അത് സഫലമായ ഒരു നിമിഷമാണ് ഇപ്പോൾ. ഏതായാലും വിജയപുരയിലെ ഇൻഡി എന്നുള്ള ആ താലൂക്കിൽപ്പെട്ട ആ ഗ്രാമത്തിൽ നിന്ന് ഉള്ള കുട്ടിയെ ഇപ്പോൾ ഏതായാലും വിജയകരമായി തന്നെ പുറത്തെടുത്തു. കുഞ്ഞിന് യാതൊരുവിധ പരിക്കുകളുമില്ല. കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഏതാണ്ട് ഇന്നലെ മുതൽ തന്നെ 20 മണിക്കൂറോളം നീണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇപ്പോൾ കുട്ടിയെ പുറത്തെടുക്കാൻ ആയിട്ടുള്ളത്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്തോടു കൂടിയാണ് കുട്ടി ഈ കുഴൽക്കിണറ്റിൽ വീഴുന്നത്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഏതാണ്ട് 20 അടിയോളം താഴ്ചയുള്ള കിണറിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. അതിൽ 5 അടി താഴെ എത്തിയപ്പോൾ കുട്ടി അവിടെ തങ്ങി നിന്നു. തുടർന്ന് ഈ അഗ്നിരക്ഷാസേന, അതുപോലെ തന്നെ NDRF, SDRF, പോലീസ്, നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ഇന്ന് പകലും കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനം കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടി വിവിധ വൈദ്യസഹായം ഉൾപ്പെടെ നൽകിയിരുന്നു. കുട്ടി ബോധരഹിതയായി പോവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെ അമ്മയുടെ ശബ്ദത്തോട് കുട്ടി പ്രതികരിക്കുകയൊക്കെ ചെയ്തത് വലിയ ആശ്വാസ വാർത്തയായിരുന്നു. ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ ഈ കുട്ടി നിൽക്കുന്ന കുഴൽക്കിണറിന്റെ ആ പ്രദേശത്തെ ഏതാണ്ട് അടുത്തേക്ക് എത്തിയിരുന്നു. അതിനുശേഷം 1:30 കൂടിയാണ് കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തത്. കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ അഗ്നിരക്ഷാസേനയ്ക്കും ഈ രക്ഷാപ്രവർത്തകർക്കെല്ലാം തന്നെ കൈയടിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ആളുകളെല്ലാം തന്നെ. ഏതായാലും കുട്ടിയെപ്പോൾ രക്ഷപ്പെടുത്താനായി. കുട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മധു സൂചിപ്പിച്ച പോലെ തന്നെ പലയിടത്തും ഈ കുഴൽക്കിണറിൽ കുട്ടികളൊക്കെ കളിക്കുന്നതിനിടെ വീണ് പലപ്പോഴും അവരെ പുറത്തെടുക്കാനാവാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഈ കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിടങ്ങ് ഉണ്ടാക്കി അതിൽ നിന്നൊക്കെ ഇറങ്ങി ഈ കുഴൽക്കിണറിന് താഴേക്ക് എത്തിച്ചാണ് കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തത്. കുട്ടി ഏതായാലും സർവൈവ് ചെയ്തു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് 20 മണിക്കൂറോളം ആ കിടങ്ങിൽ അല്ലെങ്കിൽ ഈ കുഴൽക്കിണറിനുള്ളിൽ പിടിച്ച് നിന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടിയെ ഇപ്പോൾ രക്ഷപ്പെടുത്താനുമായിട്ടുണ്ട്. ശരി, കെ ബി ശ്രീധരനാണ് ആശ്വാസകരമായ വാർത്ത പങ്കുവച്ചത്. കർണാടകയിലെ വിജയപുരയിലാണ് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് കുഴൽക്കിണറ്റിൽ വീണുപോയത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി. എന്തായാലും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എല്ലാവരും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. കുഞ്ഞിന് ആവശ്യമായ ചികിത്സ നൽകാനുള്ള ശ്രമത്തിലാണിപ്പോൾ.